ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് പരിപ്പും കായയും വെച്ചിട്ടുള്ള ഒരു മുളക് കറിയാണ് തയ്യാറാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പരിപ്പ്, അതായത് സാമ്പാർ പരിപ്പ് നമ്മൾ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുക ഒരു 2 മണിക്കൂർ നേരം. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനോടൊപ്പം തന്നെ ഒരു പച്ചക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് കുക്കറിലേക്ക് മാറ്റാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. 4 വിസിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്റ്റവ് കത്തിച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, അതേപോലെ തന്നെ ഒരു 2-3 ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ, അവസാനം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും പരിപ്പ് കറിക്ക്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അവസാനം ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ലൊരു ഡിഫറൻസ് ആയിരിക്കും. ഇപ്പോൾ എളുപ്പത്തിലുള്ള പരിപ്പ് മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.